പുറകുന്ന് ചോദിക്കാനുണ്ട്. പെട്ടെന്ന് കേരളത്തിലെ മാമാ ചാനലുകൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്കൊപ്പം ഏറ്റവും മുന്നിലായി നിൽക്കുന്ന ജനൻ ടിവിക്കും അതിന്റെ സംഘാടകർക്കും ഈ രാജനഗരിയുടെ വിനീതമായ കൂപ്പുകൈ. രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭാരത മണ്ണിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണ ഇന്ത്യ മുന്നണിയിൽ അംഗമായ ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയോടാണ്. CPM അല്ല, അദ്ദേഹം ജനതാദളാണ്. അദ്ദേഹത്തിന്റെ നേതാവ് ദേവഗൗഡയായിരുന്നു. അദ്ദേഹം ഇപ്പം NDA-ലാണ്. ഏക സിവിൽ കോഡ് വന്നാൽ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഒന്ന്, സമത്വം, സ്വാതന്ത്ര്യം, സോഷ്യലിസം എല്ലാം നിങ്ങളുടെ തത്വശാസ്ത്രങ്ങളും അതിൻ്റെ മൗലിക സിദ്ധാന്തങ്ങളുമായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏക സിവിൽ കോഡിനെ തിരസ്കരിക്കാനാവുക? ഒരു ചോദ്യം കൂടിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന കേരള പോലീസിൻ്റെ യൂണിഫോം, ആ യൂണിഫോം ആർക്കും എടുത്തിടാവുന്നതാണോ? ഏത് കള്ളനും രാത്രി ഇട്ടുകൊണ്ട് നടക്കാവുന്നതാണോ? അതൊരു സവാള ചാക്കിൻ്റെയും പഴംതുണിയുടെയും വിലയാക്കി മാറ്റിയേ നിങ്ങൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോഴാണ്. കാരണം രഹ്ന ഫാത്തിമയെ പോലുള്ള, കനകദുർഗയെ പോലുള്ള, കൊച്ചമ്മണിയെ പോലുള്ളവർക്ക് അവരെ അണിയിച്ചൊരുക്കി പറയരുത്, ബിന്ദു അമ്മണി അവർക്ക് സംസ്കാര ശൂന്യതയ്ക്കും താഴെ പറയാൻ വാക്കുകളില്ലാത്ത ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ കേരള പോലീസിന്റെ യൂണിഫോം ഇട്ട് അണിയിച്ചൊരുക്കി ശബരിമല പോലെ അതിപരിഭാവനതയ്ക്ക് മുകളിൽ നിൽക്കുന്ന സ്ഥലത്തെത്തിക്കാൻ സുപ്രീം കോടതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നട്ടെല്ലും ചങ്കുറ്റവും ഇരട്ട എഞ്ചിനുകളുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങളെങ്കിൽ ഇതിന്റെ മറുപടി കേരള ജനതയോട് പറയണം. കാരണം അവരതിനു വേണ്ടി കാതോർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മൂന്നാം തവണയും ഇവിടെ ഭരിക്കാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യും, ഈ ഞാനുൾപ്പെടെ. പിന്നെ ശബരിമല കൊള്ളയടിച്ചതും ഭഗവാന്റെ ഷെഡ് വരെ ഓടിയെടുത്തുകൊണ്ടുപോയി കഥകളൊന്നും പറഞ്ഞു നാറ്റിക്കുന്നില്ല. പ്ലീസ്. ഓക്കെ.